ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായുകൊണ്ട് വമ്പ് പറയുന്നു. ദുഷ്ടൻ തൻ്റെ ഹൃദയത്തെ അടച്ചു കളഞ്ഞ് വായുകൊണ്ട് വമ്പ് പറയുന്നു. ദുഷ്ടൻ ധാർഷ്ട്യത്തോടെ സംസാരിക്കുമ്പോൾ ഭക്തൻ ദൈവത്തിൻ്റെ ദയയിൽ ശരണപ്പെട്ട് സൗമ്യതയോടെ പെരുമാറുന്നു. അതിരുകൾ അതിക്രമിക്കാത്ത വാക്കും പ്രവൃത്തിയും തനിക്കുള്ളതുകൊണ്ട് ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലുവെന്ന് സങ്കീർത്തനക്കാരൻ ഉറച്ച് വിശ്വസിക്കുന്നു. വായുകൊണ്ട് വമ്പ് പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തുന്നവന് ദൈവത്തെ പുകഴ്ത്തുവാൻ സാധ്യമല്ല. അപകീർത്തിയും മായയും ഒന്നിച്ച് പാർക്കുന്നവരാണ്. ഉന്നത ഭാവമുള്ളവർ നാശത്തിലേക്ക് പോകും. അവർ തങ്ങൾക്ക് അപകീർത്തി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളോ വേദനകളോ ആവശ്യങ്ങളോ അറിയുകയില്ല. പ്രിയ സ്നേഹിതരെ, വായുകൊണ്ട് വമ്പ് പറഞ്ഞ് ഹൃദയത്തെ അടച്ചു കളയാതെ മറ്റുള്ളവരുടെ നന്മ കാണുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനും കഴിയുന്നവരായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, വമ്പ് പറയാത്ത നാവിനെ എനിക്ക് നൽകണമേ. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് പകരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.